ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഗുഡ്വില്ലിൻ്റെ മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് പരിചയപ്പെടുന്നത്. നിലവിൽ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ഉള്ളപ്പോൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിനു മുൻപ് മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർസ് ഹിസ് ഷെയർ ഇൻ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫ്രം ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. സോ ഹി ബ്രിങ്സ് ഇൻ സം അഡീഷണൽ എമൗണ്ട് ടു കോമ്പൻസേറ്റ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഫോർ ലോസ് ഓഫ് ദെയർ ഷെയർ ഇൻ സൂപ്പർ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്നത് ഇൻകമിംഗ് പാർട്ട്ണർ സാക്രിഫൈസ് ഉള്ള പാർട്ട്ണർക്ക് നൽകുന്ന കോമ്പൻസേഷനായിട്ടാണ് പരിഗണിക്കുന്നത്. ഒരു പുതിയ ഫേം ആരംഭിച്ചാൽ അത് ലാഭത്തിലെത്തണമെങ്കിൽ ദീർഘകാലം കഴിയും. എന്നാൽ നിലവിലുള്ളൊരു ഫേമിലേക്ക് പാർട്ട്ണറായി ഒരാൾ ജോയിൻ ചെയ്താൽ അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന് ലാഭവിഹിതം ലഭ്യമാകുന്നു. പഴയ പങ്കാളികൾ ദീർഘകാലം കഷ്ടപ്പെട്ടതിൻ്റെ പരിണിതഫലം എൻജോയ് ചെയ്യുവാൻ ഈ പാർട്ട്ണർക്ക് സാധിക്കുന്നുണ്ട്. ആയതിനാൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ത്യാഗത്തിൻ്റെ, അവരുടെ സാക്രിഫൈസിൻ്റെ കോമ്പൻസേഷനായിട്ട് പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ പ്രീമിയം കൊണ്ടുവരുന്നു. When the new partner brings his share of goodwill in cash, it is termed as goodwill premium. The goodwill premium brought in by the new partner will be shared by all the partners in the ratio of their sacrifice. പുതിയ പങ്കാളി കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിൻ്റെ അനുപാതത്തിൽ പങ്കിട്ടെടുക്കുന്നു. ഏതെങ്കിലും പാർട്ട്ണർക്ക് സാക്രിഫൈസ് ഇല്ല എങ്കിൽ ഗുഡ്വില്ലിന് അർഹതയില്ല എന്ന കാര്യം ഓർമ്മിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഗുഡ്വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ദ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഷുഡ് ബി റിട്ടൺ ഓഫ് ബൈ ഡെബിറ്റിംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയൊരു പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് ഗുഡ്വിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആയതിനാൽ നിലവിലുള്ള ഗുഡ്വിൽ, നിലവിലുള്ള പങ്കാളികൾ അവരുടെ ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊണ്ട് ഡെബിറ്റ് ചെയ്യുക, ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഗുഡ്വിൽ ബിസിനസിൻ്റെ ബുക്കിൽ നിന്നും ഡിസപ്പിയർ ആകുന്നു. ദാറ്റ് ഈസ് after the admission of the new partner, no goodwill appears in the books of the firm. ഇപ്പോൾ സാധാരണ ഒരു ഫേം പോലെ തന്നെയായി എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ ഇല്ല. ഇനി പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. സോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അഡ്മിഷൻ സമയത്ത് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് നിലവിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നിലവിലുള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ ആ ഗുഡ്വിൽ ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം സാധാരണ പോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സ് പങ്കിട്ടെടുക്കുന്നു. ലെറ്റ്സ് ഡിസ്കസ് എ പ്രോബ്ലം. അമൽ ആൻഡ് കിരൺ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2. They admitted Lijo for 1/4 share in the profit of the firm. Lijo brings rupees 50,000 for his capital and 10,000 for his share of goodwill. ലിജോ 50,000 രൂപ ക്യാപിറ്റലും 10,000 രൂപ ഗുഡ്വിൽ പ്രീമിയവും കൊണ്ടുവരുന്നു. ലിജോയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1/4 ആണ്. Goodwill already appears in the books of the firm at rupees 5,000 and agrees that existing goodwill be written off. നിലവിലുള്ള ഗുഡ്വിൽ 5,000 രൂപയാണ്. ഈ തുക റൈറ്റ് ഓഫ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചു.
record necessary journal entry in the book of the firm. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്നാൽ സ്ഥാപനത്തിൽ നിലവിൽ ഗുഡ്വിൽ ഉണ്ട്, ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്ക് അറ്റ് ₹5,000. ആ തുക പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നിലവിലുള്ള ഗുഡ്വിൽ ഇല്ലാതാകുന്നു. ആയതിനാൽ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഗുഡ്വിൽ എന്ന ഒരു അസറ്റ് ഉണ്ടാവില്ല. ഇനി സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് പുതിയ പങ്കാളി കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ക്വസ്റ്റ്യന് നോക്കുക, ഓൾഡ് റേഷ്യോ 3:2. ദേ അഡ്മിറ്റ് ലിജോ ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്. ഈ 1/4 പഴയ പങ്കാളികൾ എങ്ങനെയാണ് നൽകുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ സൂചനയില്ല. as the question is silent as to how the new partner acquires his share in profit from old partners. ഓൾഡ് പാർട്ട്ണറിൽ നിന്നും ന്യൂ പാർട്ട്ണറുടെ വിഹിതം എങ്ങനെയാണ് നേടിയത് എന്ന് സൂചനയില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ ആർ സെയിം. ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും സാക്രിഫൈസിംഗ് റേഷ്യോ. നമുക്കിവിടെ ന്യൂ റേഷ്യോ കണ്ടെത്താം. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചാൽ സാക്രിഫൈസിംഗ് റേഷ്യോ ലഭിക്കും. എന്നാൽ അങ്ങനെ നമുക്ക് കിട്ടുന്ന സാക്രിഫൈസ് റേഷ്യോയും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓൾഡ് റേഷ്യോയും ഒരേ റേഷ്യോ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 3:2 എന്ന് പറയുന്ന ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസ് റേഷ്യോ. ആയതിനാൽ ഇവിടെ നമ്മൾ സാക്രിഫൈസ് റേഷ്യോ പ്രത്യേകം കാണേണ്ടതില്ല. കാരണം ഓൾഡ് റേഷ്യോ തന്നെ സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് എടുത്താൽ മതി. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എങ്ങനെ? യെസ്, ക്യാഷ് ആയിട്ടാണ്. സോ ക്യാഷ് ഫേമിലേക്ക് വരുമ്പോൾ ഫേമിൻ്റെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ ക്യാഷ്, വാട്ട് ടു ഡു? യെസ്, ഡെബിറ്റ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 50,000. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നത്. ക്യാപിറ്റലിൻ്റെ റൂൾ എന്താ? ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ credit. So to Lijo capital 50,000. So when the new partner brought capital, journal entries cash account at to new partners capital. ഇവിടെ ലിജോ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ ക്യാഷ് അക്കൗണ്ട് at to ലിജോസ് ക്യാപിറ്റൽ brought in. ഇനി ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ പ്രീമിയം കൊണ്ടുവരുന്നു. 1/4 ഷെയർ ഉള്ള ലിജോ 10,000 രൂപ ഗുഡ്വിൽ പ്രീമിയം കൊണ്ടുവരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ 10,000 രൂപ ഫേമിലേക്ക് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്ക് അർഹതപ്പെട്ടതാണ്? യെസ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനുള്ളതാണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഗുഡ്വിൽ പ്രീമിയം വരുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ക്രെഡിറ്റ് ചെയ്യാം. സോ ടു അമൽ ക്യാപിറ്റൽ 10,000 രൂപയാണ് ഗുഡ്വിൽ പ്രീമിയം. ആ 10,000ന്റെ 3/5 എന്താണ്? 3/5 യെസ്, ഇറ്റ് ഈസ് സാക്രിഫൈസ് റേഷ്യോ. സോ 10,000 ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 6,000 രൂപ. ടു കിരൺ ക്യാപിറ്റൽ 10,000 ഇൻറ്റു 2/5. കിരണിൻ്റെ സാക്രിഫൈസ് റേഷ്യോ 2/5 ആണ്. അത് 4,000 രൂപയുണ്ട്. ഗുഡ്വിൽ പ്രീമിയം ഷെയർഡ് ഇൻ സാക്രിഫൈസ് റേഷ്യോ. ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വിൽ അപ്പിയേർഡ് ₹5,000 എന്നാണ്. പാർട്ട്നേഴ്സ് ഡിസൈഡ്സ് ടു റൈറ്റ് ഓഫ് ദിസ് ഗുഡ്വിൽ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ഒരു അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, വെദർ ടു ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് എന്താ റൂള് പറയുന്നത്? ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം.
അസറ്റ് ഇല്ലാതാകുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നു. സോ ക്യാപിറ്റൽ ബാലൻസ് കുറയുമ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തു. സോ ജേണൽ എൻട്രി അമൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5000 രൂപയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ. ആ 5000ന്റെ 3/5 ഇവിടെ 3/5 എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോയാണ് 3000 രൂപ. ദെൻ കിരൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5000ന്റെ 2/5 അത് 2000 രൂപ. ടു ഗുഡ്വിൽ 5000. സോ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഓൾഡ് റേഷ്യോയിലാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം 10000 രൂപ ഗുഡ്വിൽ പ്രീമിയം കൊണ്ടുവന്നു. എന്നാൽ ആ സമയത്ത് നിലവിൽ ബാലൻസ് ഷീറ്റിൽ 5000 രൂപ ഗുഡ്വിൽ ഉണ്ടായിരുന്നു. ഈ ഗുഡ്വിൽ എന്നൊരു അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യുന്നുവെന്ന് സാരം. ദെൻ മറ്റൊരു സാഹചര്യം നോക്കാം. വെൻ ഗുഡ്വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ആൻഡ് പാർട്ട്നേഴ്സ് ഡിസൈഡ്സ് ടു കീപ് ദിസ് ഗുഡ്വിൽ ഇൻ ദ ബുക്ക്. ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ് നിലവിലുണ്ട്. എന്നാൽ ആ തുക അതേപടി നിലനിർത്താൻ റീറ്റെയിൻ ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെ ഗുഡ്വില്ലിനെ ട്രീറ്റ് ചെയ്യും എന്ന് നോക്കാം. The new partner is required to bring in as his share of goodwill only in respect of the difference between the new value of goodwill and existing goodwill. Then, after the admission of the new partner, goodwill appears in the books of the firm. പഴയ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ഗുഡ്വിൽ അതേപടി പുതിയ ബാലൻസ് ഷീറ്റിലും തുടരും. സോ നിലവിലുള്ള ഗുഡ്വിൽ ഫേമിൻ്റെ ബുക്കിൽ തുടരാൻ തീരുമാനിച്ചാൽ അഡ്മിഷൻ സമയത്ത് ഗുഡ്വിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ വാല്യൂവും എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലും തമ്മിലുള്ള വ്യത്യാസം കാണുക. ആ വ്യത്യാസത്തിൽ എത്രയാണോ ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ വരുന്നത് ആ തുക മാത്രമാണ് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരേണ്ടത് എന്ന് ഓർമ്മിക്കുക. അപ്പം നിലവിലുള്ള ഗുഡ്വില്ലിൽ ന്യൂ പാർട്ട്ണർക്ക് അടക്കം അർഹത വരും. ഏതെങ്കിലും വർഷം ആ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ എല്ലാ പാർട്ട്നേഴ്സും തീരുമാനിച്ചാൽ ന്യൂ റേഷ്യോയിൽ ആ ഗുഡ്വില്ല് റൈറ്റ് ഓഫ് ചെയ്യും. നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഇത് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാം. Aman and Biju are partners in a firm sharing profits in 3:2. They admitted Lijo for 1/3 share in the profit of the firm. Lijo brings rupees 30,000 for his capital and necessary amount for his share of goodwill. On the date of admission, the goodwill has been valued at rupees 24,000 and goodwill account already appears in the books of the firm at rupees 6,000. Record necessary journal entries in the books of the firm if existing goodwill will be written off. Second, the partners decides to keep the existing goodwill. രണ്ട് സാഹചര്യങ്ങളിലും ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുക. കഴിഞ്ഞ ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്ത അതേ രീതി തന്നെയാണ്. രണ്ടാമത്തെ സാഹചര്യം നിലവിലുള്ള ഗുഡ്വിൽ അതേപടി നിലനിർത്താൻ പാർട്ട്നേഴ്സ് തീരുമാനിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ക്വസ്റ്റ്യനെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അമൻ ആൻഡ് ബിജു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് 3:2. അവരുടെ ഓൾഡ് റേഷ്യോ 3:2. ദേ അഡ്മിറ്റഡ് ലിജോ ഫോർ 1/3 ഷെയർ ഇൻ ദി പ്രോഫിറ്റ്. സോ ലിജോയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആകെ ഉള്ള ലാഭത്തിൻ്റെ 1/3 ആണ്. ലിജോ ബ്രിങ്സ് ഇൻ 30,000 ഫോർ ക്യാപിറ്റൽ. 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ആൻഡ് നെസസറി എമൗണ്ട് ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എത്രയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ല. നെസസറി എമൗണ്ട് എന്നാണ്. ആവശ്യമായ തുക എത്രയോ അത് കൊണ്ടുവരണം. ഓൺ ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ദ ഗുഡ്വിൽ ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് rupees 24,000. അഡ്മിഷൻ്റെ അന്ന് പുതിയ പാർട്ട്ണർ ഫേമിലേക്ക് വരുന്ന അന്ന് സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ 24,000 രൂപയാണ്. ആൻഡ് ഗുഡ്വിൽ അക്കൗണ്ട് ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം അറ്റ് rupees 6,000. നിലവിൽ ഫേമിൻ്റെ ഗുഡ്വിൽ 6,000 രൂപ. റെക്കോർഡ് നെസസറി എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ദ ഫേം. അപ്പോൾ നിലവിൽ സ്ഥാപനത്തിൽ 6,000 രൂപ ഗുഡ്വില്ലുണ്ട്.
അഡ്മിഷൻ സമയത്ത് ഗുഡ്വിൽ വാല്യൂ ചെയ്തത് 24,000 എന്നാണ്. ലിജോയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/3 ആണ്. 1/3 ഷെയർ ഉള്ള ലിജോ 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ആവശ്യമുള്ള തുക ഗുഡ്വിലായി കൊണ്ടുവരണം. ഈ നെസസറി എമൗണ്ട് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഗുഡ്വിൽ ഓഫ് ദ ഫേം 24,000. ഗുഡ്വിൽ വാല്യൂഡ് അറ്റ് 24,000 എന്നാണ് പറഞ്ഞത്. ദെൻ ലിജോയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/3 ആണ്. ലിജോ ഈസ് അഡ്മിറ്റഡ് ഫോർ 1/3 ഷെയർ. 24,000 രൂപ ഫേമിൻ്റെ ഗുഡ്വിലാണ്. 1/3 ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്ന ലിജോ എത്ര രൂപ ഗുഡ്വിൽ കൊണ്ടുവരണം? 24,000 രൂപയും ലിജോ കൊണ്ടുവരണമോ? വേണ്ട. കാരണം 1/3 ആണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ ആകെ ഉള്ള ഗുഡ്വില്ലിൻ്റെ 1/3 മാത്രം ഇയാൾ കൊണ്ടുവന്നാൽ മതി. സോ ലിജോയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ സമം 24,000-ൻ്റെ 1/3, 24,000 ഇൻറ്റു 1/3. അത് എത്ര രൂപ കിട്ടും? യെസ്, 8,000. ഒരിക്കൽ കൂടി നോക്കുക. ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ ഗുഡ്വിൽ 24,000, ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/3 ആയതിനാൽ 24,000-ൻ്റെ 1/3 ആയ 8,000 രൂപയാണ് ലിജോ എന്ന ന്യൂ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഗുഡ്വിൽ പ്രീമിയം ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ട്ണർ ഈസ് ടു ബി ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം പഴയ പങ്കാളികൾ ഏത് അനുപാതത്തിൽ പങ്കുവയ്ക്കണം? യെസ്, ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ അത് ഷെയർ ചെയ്യുന്നത്? യെസ്, ഗുഡ്വിൽ ഈസ് ദ കോമ്പൻസേഷൻ ഫോർ ദ സാക്രിഫൈസ്. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ എത്രയാ? As the question is silent as to how the new partner acquires his share in profit from older partner, sacrifice ratio and older ratio are same. ഇവരുടെ ഓൾഡർ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. ലിജോ ഈസ് അഡ്മിറ്റഡ് ഫോർ 1/3 ഷെയർ. റേഷ്യോ സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നും ക്വസ്റ്റിനകത്ത് ഇല്ലാത്തതിനാൽ ഓൾഡർ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും സെയിം ആണ്. അതായത് ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് യെസ് 3:2 എന്ന ഓൾഡർ റേഷ്യോ തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം ഓൾഡ് പാർട്ട്നേഴ്സ് ഗുഡ്വിൽ പ്രീമിയം അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയ 3:2 പങ്കുവയ്ക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് സാക്രിഫൈസ് റേഷ്യോ കാണേണ്ടതില്ല, കാരണം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓരോരുത്തർക്ക് ലഭിക്കുന്ന ഗുഡ്വിൽ പ്രീമിയം നോക്കുക. അമൻസ് ഗുഡ്വിൽ ലിജോ കൊണ്ടുവരുന്നത് 8,000 രൂപയാണ്. 8,000 ഇൻറ്റു 3/5. ഇവിടെ എന്താ 3/5? യെസ്, സാക്രിഫൈസിങ് റേഷ്യോയാണ്. 8,000 ഇൻറ്റു 3/5 4,800. ദെൻ ബിജൂസ് ഗുഡ്വിൽ 8,000 ഇൻറ്റു 2/5. അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് 2/5, അത് 3,200 രൂപ. സോ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾ അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. ദെൻ നമുക്ക് ജേർണൽ നോക്കാം. ഇവിടെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ 6,000 രൂപയുണ്ട്. അത് റൈറ്റ് ഓഫ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചു എന്ന് പറയുന്ന ഒന്നാമത്തെ സാഹചര്യത്തിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ലിജോസ് ക്യാപിറ്റൽ 30,000 ക്യാപിറ്റൽ ബ്രോട്ടിൻ. മുൻ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ജേർണൽ എഴുതിയതാണ്. ക്യാപിറ്റൽ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് ക്യാപിറ്റൽ എന്നാണ്. ഇനി ഗുഡ്വിൽ പ്രീമിയം കൊണ്ടുവരുന്നു. ഗുഡ്വിൽ പ്രീമിയം വരുന്നത് ക്യാഷ് ആയിട്ടാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് ഗുഡ്വിൽ പ്രീമിയം? യെസ്, 8,000. ഇത് ആർക്ക് ലഭിക്കും? ഓൾഡ് പാർട്ട്നേഴ്സിന്. സോ ഓൾഡ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. 2 അമൻസ് ക്യാപിറ്റൽ 8,000 ഇൻറ്റു 3/5 4,800 ടു ബിജൂസ് ക്യാപിറ്റൽ 8,000 ഇൻറ്റു 2/5 3,200. ഗുഡ്വിൽ പ്രീമിയം ഷെയർഡ് ഇൻ സാക്രിഫൈസ് റേഷ്യോ. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഫിഗറാണ്. ഗുഡ്വിൽ പ്രീമിയത്തെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. ഇനിയാണ് സാഹചര്യം പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചു. ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. സോ അമൻ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ 6,000 രൂപയാണ്. 6,000 ഇൻറ്റു 3/5. ഈ 3/5 എന്ന് പറയുന്നത് ഇവിടെ ഓൾഡ് റേഷ്യോയാണ്, 3,600. ബിജു ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 6,000 ഇൻറ്റു 2/5 2,400.
ടു ഗുഡ് വിൽ 6000, എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. സോ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചാൽ ഓൾഡ് റേഷ്യോയിൽ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. ഇനി സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് നോക്കാം. റീറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഇൻ ദ ബുക്സ്. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ 6000 രൂപയുണ്ട്, അത് അതേപടി നിലനിർത്താൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഗുഡ് വിൽ ഓഫ് ദ ഫേം 24,000 ആണ്. അഡ്മിഷൻ സമയത്ത് ഫേമിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്തു 24,000 രൂപ. എന്നാൽ പുതിയ പാർട്ട്ണറുടെ അഡ്മിഷന് മുൻപ് തന്നെ ബാലൻസ് ഷീറ്റിൽ 6000 രൂപ ഗുഡ് വില്ലുണ്ട്. സോ ഗുഡ് വില്ലിൽ വന്നിരിക്കുന്ന വ്യത്യാസം നോക്കുക. ഇവിടെ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വില്ലാണ്. 24,000 രൂപയാണ് ന്യൂ വാല്യൂ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത് 6000 ആണ്. സോ ഇൻക്രീസ് എത്ര വേണ്ട? യെസ്, 18,000. പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗുഡ് വിൽ വാല്യൂ ചെയ്തപ്പോൾ 24,000 രൂപ എന്ന് കിട്ടി. എന്നാൽ നിലവിലെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ 6000 രൂപ ഉണ്ട്. അപ്പോൾ 24,000-ഉം 6,000-ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടു. അത് 18,000 രൂപ കിട്ടി. 6,000 24,000 ആയി മാറി എന്ന് പറഞ്ഞാൽ 18,000 രൂപ ഇൻക്രീസ് ആണ്. ഈ ഇൻക്രീസിൻ്റെ 1/3 ആണ് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ട് 1/3? ഇദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/3 ആണ്. സോ ഇദ്ദേഹം കൊണ്ടുവരുന്ന ഗുഡ് വിൽ നോക്കുക. ലിജോസ് ഷെയർ ഓഫ് ഗുഡ് വിൽ സമം 18,000 ഇൻറ്റു 1/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. സോ ന്യൂ പാർട്ട്ണറായി ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഗുഡ് വിൽ പ്രീമിയം 6,000 രൂപയാണ്. എങ്ങനെ കണ്ടെത്തി? ഗുഡ് വില്ലിൽ ഇൻക്രീസ് നമ്മൾ കണ്ടെത്തുന്നു. ന്യൂ ഗുഡ് വിൽ 24,000 രൂപയാണ്, എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ 6,000 രൂപയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അത് 18,000 എന്ന് കിട്ടി. 18,000-ൽ 1/3 ഷെയർ ഉള്ള ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 6,000 രൂപയാണ്. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഓഫ് 6,000 അപ്പിയേഴ്സ് ഇൻ ദ ന്യൂ ബാലൻസ് ഷീറ്റ്. പഴയ ബാലൻസ് ഷീറ്റിൽ 6,000 രൂപ ഗുഡ് വിൽ ഉണ്ടായിരുന്നു, അത് അതേപടി പുതിയ ബാലൻസ് ഷീറ്റിലും റിമെയിൻ ചെയ്യും. ലിജോ ബ്രിങ്സ് ഹിസ് ഷെയർ ഇൻ ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ വർധനവ് എത്രയോ അതിൽ ലിജോയുടെ പങ്കാണ് ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ 18,000 ഉണ്ട്, അതിൻ്റെ 1/3 ആയ 6,000 രൂപയാണ് ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഓർമ്മിക്കുക. Then goodwill premium brought in by the new partner Lijo is to be shared by all the partners in sacrificing ratio. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ആയ 3:2 തന്നെയാണ്. സോ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഗുഡ്വിൽ പ്രീമിയം നോക്കുക. അമൻസ് ഗുഡ്വിൽ 6,000 ഇൻറ്റു 3/5. 6,000 എന്ന് പറയുന്നത് ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്വിൽ ഇൻറ്റു 3/5 എന്ന് പറയുന്ന സാക്രിഫൈസ് റേഷ്യോ ആണ്, അത് 3,600. ദെൻ ബിജൂസ് ഗുഡ്വിൽ 6,000 ഇൻറ്റു 2/5, അത് 2,400 രൂപയുമാണ്. സോ ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കുക. ആദ്യം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ലിജോസ് ക്യാപിറ്റൽ 30,000. ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ. ഈ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയ അതേ എൻട്രി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ദെൻ സെക്കൻഡ് ഗുഡ്വിൽ പ്രീമിയം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്വിൽ പ്രീമിയം എത്രയുള്ളൂ? യെസ്, 6,000. ടു അമൻ ക്യാപിറ്റൽ 6,000-ൻ്റെ 3/5 3,600. ടു ബിജു ക്യാപിറ്റൽ 2/5 2,400. ഗുഡ്വിൽ പ്രീമിയം ഷെയർഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ അതേപടി നിലനിർത്താൻ തീരുമാനിച്ചാൽ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലും ന്യൂ ഗുഡ്വില്ലും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ആ വ്യത്യാസത്തിൽ പുതിയ പാർട്ട്ണറുടെ ഷെയർ എത്രയാണോ അത് മാത്രമാണ് പുതിയ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ പുതിയ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുഡ്വിൽ പ്രീമിയം പഴയ പങ്കാളികൾ അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. ദെൻ അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിൽ വന്ന മാറ്റങ്ങൾ നോക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ലിജോ കോൺട്രിബ്യൂട്ട് ചെയ്ത 30,000 രൂപ ക്യാപിറ്റൽ ഉണ്ടാവും. അമൻ്റെ ക്യാപിറ്റൽ 3,600 രൂപ ചേഞ്ച് ഉണ്ടാവും. അതേപോലെ ബിജുവിൻ്റെ ക്യാപിറ്റലിൽ 2,400 രൂപ. ഈ ഗുഡ്വിൽ പ്രീമിയത്തിന് ആനുപാതികമായ തുക ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ തുക
ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ വരും. ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് 36,000 രൂപ, 30,000 രൂപ ക്യാപിറ്റലും 6,000 രൂപ ഗുഡ്വിൽ പ്രീമിയവുമാണ്. ഇപ്പോൾ ലയബിലിറ്റി സൈഡിൽ 36,000, അസറ്റ് സൈഡിൽ 36,000 തന്നെയാണ്. എന്നാൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ 6,000 രൂപയുണ്ടായിരുന്നു. സ്ഥാപനത്തിന് മറ്റ് ധാരാളം അസറ്റുകളും ലയബിലിറ്റീസും ഉണ്ട്. ആ അസറ്റുകളെല്ലാം ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന അസറ്റ് എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലാണ്. ആ ഗുഡ്വില് പുതിയ ബാലൻസ് ഷീറ്റിലും തുടരും എന്ന കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ നെറ്റ് ഇഫക്റ്റ് ഇൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കിയത്. ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. എന്നാൽ ഗുഡ്വിൽ റീറ്റെയിൻ ചെയ്താൽ ബാലൻസ് ഷീറ്റിൽ അതെങ്ങനെ വരും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു വലിയ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ജേർണൽ എൻട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് മെത്തേഡും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് പ്രകാരം ന്യൂ പാർട്ട്ണറായ ലിജോ കൊണ്ടുവരുന്ന ഗുഡ്വിൽ 8,000 രൂപയാണ്. എന്നാൽ സെക്കൻഡ് കേസിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ലിജോ കൊണ്ടുവരുന്നത് 6,000 രൂപയാണ്. ഇവിടെ ലിജോയ്ക്ക് 2,000 രൂപ ലാഭമുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലേ. 8,000 രൂപയാണ് ആദ്യത്തെ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത്. എന്നാൽ രണ്ടാമതാണെങ്കിൽ ലിജോ 6,000 രൂപ മാത്രം കൊണ്ടുവന്നാൽ മതി. എന്നാൽ ഇത് ലാഭമാണോ? അല്ല. കാരണം എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ 6,000 രൂപ പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിലും അസറ്റ് സൈഡിൽ കാണിക്കും. ഏതെങ്കിലും ഒരു വർഷം ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചാൽ ന്യൂ റേഷ്യോയിലാണ് ആ ഗുഡ്വിൽ 3 പാർട്ട്ണർക്കും റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ലിജോ 1/3 ഷെയറിൻ്റെ അവകാശിയാണ്. ഈ 6,000 രൂപയുടെ 1/3 എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അപ്പോൾ ഈ 2,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലിജോയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. സോ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കുറയും. എന്നാൽ ന്യൂ റേഷ്യോയിൽ പിന്നീട് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൂടി ഡെബിറ്റ് ചെയ്യപ്പെടും എന്ന് ഓർമ്മിക്കുക. യുവർ അണ്ടർസ്റ്റാൻഡിങ്. Thank you for your cooperation.